നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സങ്കടമുണ്ട്, ഒരുപാട് സങ്കടമുണ്ട്. ആണിക്കമംഗലത്തെ രാജകുമാരിയായ കാവേരിയിടത്തേക്ക് തന്നെ ഈ ഗതി വന്നല്ലോ. വന്നതല്ലോ, നീ വരുത്തിയതല്ലേ. അയ്യോ, ഏട്ടത്തി ഇപ്പോഴെന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണല്ലോ. ഞാൻ ഒരിക്കലും നിങ്ങളുടെ ശത്രു ആയിരുന്നില്ല. ആരാധകൻ മാത്രമായിരുന്നു. പക്ഷേ നിങ്ങളിതൊരിക്കൽ പോലും തിരിച്ചറിഞ്ഞില്ല എന്ന് നീ പറഞ്ഞാ മതിയോ? ഈ വീട്ടിൽ നിന്നെ ഞാൻ തിരിച്ചറിഞ്ഞതുപോലെ മറ്റാരും തിരിച്ചറിഞ്ഞിട്ടില്ല. ലോകം കണ്ട ഏറ്റവും വലിയ ഫ്രോഡാ നീ. ഇതായി ഏടത്തിൻ്റെ പ്രശ്നം. കൊല്ലാൻ വിളിച്ചാലും വളർത്താൻ വിളിച്ചാലും കിയോ കിയോ കിയോ. ഞാൻ വളരെ സീരിയസ് ആയിട്ടോ ഏടത്തി. എന്ത് പറയുമ്പോ തെറ്റിദ്ധരിക്കരുത്. നീ പറ. ഏട്ടത്തി എന്റെ കൂടെ നിൽക്കണം. മനസ്സിലായില്ല. ഏട്ടത്തി എല്ലാ അർത്ഥത്തിലും എൻ്റെ കൂടെ നിന്ന ആ 1500 കോടി നമുക്ക് സമാസമം പങ്കിട്ടെടുക്കാം. എല്ലാ അർത്ഥത്തിലൊന്ന് വെച്ചാ? എല്ലാം അർത്ഥത്തിലും. ഇനി മേലാൽ എന്റെ ഭർത്താവിനെ അടിക്കാൻ നിങ്ങൾ ആരാ? അതിനുള്ള എന്ത് യോഗ്യത നിങ്ങൾക്കുള്ളത്? മോളെ, ഇവൻ മോളോ? ആരുടെ മോള്? ഇനിയെങ്കിലും നിർത്തിക്കൂടെ നിങ്ങളുടെ അഭിനയം? ഇത്രയും കാലം ഞങ്ങളെ പറഞ്ഞു പറ്റിച്ചതൊന്നും പോരെ. ഇപ്പൊ തല്ലാ മാത്രം ഇവൻ എന്ത് തെറ്റാ ചെയ്തത്? ആ പാണ്ഡ്യ നിങ്ങളുടെ മുറിക്കുള്ളിൽ നിന്നും പിടിച്ചതോ, അതോ നിങ്ങളുടെ യഥാർത്ഥ മുഖം ഞങ്ങൾക്ക് കാണിച്ചു തന്നതോ? നന്ദിതേ, മിണ്ടി പോകരുത്. അത്തരം സ്വാതന്ത്ര്യങ്ങളൊക്കെ അവസാനിച്ചു. കഴിയുമെങ്കിൽ കൺമുമ്പിൽ കാണാൻ പോലും പാടില്ല. വാടി. പറഞ്ഞില്ലേ, ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അവര് വിശ്വസിക്കാൻ പോണില്ല. അല്ല, അവരെ കുറ്റം പറയാൻ പറ്റുമോ? അവര് കണ്ണുകൊണ്ട് കണ്ട കാര്യമല്ലേ. ഇനി നിങ്ങൾക്കൊറ്റ വഴിയേ ഉള്ളൂ, നന്മയുടെ വഴി. മാണിക്യമംഗലത്ത് അജയ് ഘോഷിന്റെ വഴി. ഹലോ, കരീംഭായി അല്ലേ? അതെ, ആരാ? കാവേരിയ, മാണിക്യമംഗലത്ത് നിന്ന്. എനിക്ക് അത്യാവശ്യമായി ഭായി ഒന്ന് കാണണം. ഇതിപ്പോ ആകെ തലവേദന ആയല്ല. കൊല്ലം തന്നെയാണ് കരീംഭായി വന്നതെന്ന് എനിക്കറിയാം. നമ്മൾ തമ്മിൽ മുൻവൈരാഗ്യമൊന്നും ഇല്ലാത്തോണ്ട് അതൊരു കൊട്ടേഷൻ ആണെന്നും എനിക്കറിയാം. ആ കൊട്ടേഷൻ തന്നത് എന്റെ ഭർത്താവ് മാണിക്യമംഗലത്ത് വിശ്വനാഥനാണോന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. അല്ല, ഒരിക്കലുമല്ല. വിശ്വനാഥനെ കൊല്ലാനുള്ള കൊട്ടേഷനും
ഞാൻ തന്നെ ഏറ്റെടുത്തത്. ആരാ ഇതിന് പിന്നിൽ? അജയനാണോ? സംശയം എന്താ? അവനല്ലാതെ ആരെങ്കിലും ഇത്രയും വൃത്തികെട്ട പണി കാണിക്കുമോ? പിന്നെ നിങ്ങളെന്താ എന്നെ കൊല്ലാതെ? പറഞ്ഞില്ലേ, മനസ്സനുവദിച്ചില്ല. ഉണ്ട ചോറിനോടുള്ള കൂറാണോ? അറിയില്ല. കൂടെ നിൽക്കാൻ പറ്റുമോ? ഇവിടെ എല്ലാവരും 1500 കോടി വെച്ച ഓഫർ വെക്കുന്നത്. ഞാനും മോശമാക്കുന്നില്ല. 50-50. എന്താ, സമ്മതാണോ? അല്ല. ആ കോടികളിൽ നിന്ന് ഒരു നാണയം പോലും എനിക്ക് വേണ്ട. പിന്നെന്താ തനിക്ക് വേണ്ടേ? എന്റെ അനുജൻ അജയൻ എനിക്ക് ഓഫർ ചെയ്തതുപോലെ വല്ലതുമാണോ? എല്ലാ അർത്ഥത്തിലും അവന്റെ കൂടെ നിന്നാ 50-50. എന്താ കരീംഭായി ഒന്നും മിണ്ടാത്തെ? അങ്ങനെ വല്ലതുമാണോ തന്റെയും കരാറ്? അവനോളം ചേറ്റയല്ല ഞാൻ. ജീവിക്കാൻ വേണ്ടി അത്യാവശ്യം കൊട്ടേഷൻ പണിയൊക്കെ ചെയ്യുമെങ്കിലും അമ്മയും പെങ്ങളെയും തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി പടച്ചോൻ എനിക്ക് തന്നിട്ടുണ്ട്. മാണിക്യമംഗലത്തെ മൂത്ത മരുമകൾ കാവേരി പരമേശ്വരനെ സഹായിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് എഗ്രിമെന്റിന്റെ ആവശ്യമൊന്നുമില്ല. മനസ്സറിയാൻ കഴിയുന്ന ഒരു മനസ്സുണ്ട്, അത് മതി. വിശ്വാസമാണ്. പോട്ടെ. വിശ്വനാഥൻ മുതലാളിയെ കുറിച്ച് അറിയണ്ടേ? പറഞ്ഞാ കേക്കാം. ജീവനോടെയുണ്ട്. സന്തോഷം. ഈ സാഹചര്യത്തില് ഇവിടുന്ന് തൽക്കാലം മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. ഒരുപാട് വൈകാതെ എല്ലാം ആറി തണുക്കും. അതുവരെ കരീംഭായ് ആരുടെ ആളല്ല. ഉള്ളിലുള്ളത് പുറം ലോകം അറിയുന്നില്ല. യെസ് മാം സാർ. അപ്പൊ ഇതുവരെ ഞങ്ങൾ കണ്ടതും കേട്ടതും എല്ലാം സത്യമായിരുന്നല്ലേ? നാണമില്ലേ പെണ്ണുമ്പിളെ നിങ്ങൾക്ക് ഇത്രയും അധപ്പതിക്കാൻ? ഇതുവരെ കിടപ്പറയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ പബ്ലിക്കായിട്ടും തുടങ്ങിയോ? നിങ്ങളെയാണല്ലോ ഇത്രയും നാളും ഞാൻ ചേച്ചിന്ന് വിളിച്ചത്. ഓർത്തിട്ട് തന്നെ തൊലി പൊളിഞ്ഞു പോന്നു. എന്നാലും നിങ്ങൾ എത്ര ഭംഗിയായിട്ടാ ഇതുവരെ ഞങ്ങളുടെ മുന്നിൽ അഭിനയിച്ചത്. മാണിക്യമംഗലത്ത് കാവേരി ആരൊക്കെയാന്നാ പറഞ്ഞത്? ഒഴുകുന്ന പുഴ, അഴുക്കില്ലാത്ത പുഴ, ഐശ്വര്യത്തിന്റെ വിശുദ്ധിയുടെ ആൾരൂപം, ഗംഗയേക്കാൾ പരിശുദ്ധിയുള്ള കാവേരി. കഷ്ടം. നിങ്ങളില്ലാതാക്കിയത് നിങ്ങളെ മാത്രമല്ല, ഞങ്ങളെയും കൂടിയാ. ഞങ്ങളുടെ വിശ്വാസത്തെയാ. ഈ ജന്മം നിങ്ങളോട് ക്ഷമിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. അത്രയ്ക്കും അറപ്പാ, വെറുപ്പാ നിങ്ങളെ. കഴിഞ്ഞോ? കഴിഞ്ഞു. എന്താ? ഏതായാലും CID പണി ചെയ്ത് ഇത്രയൊക്കെ കണ്ടുപിടിച്ചതല്ലേ? എന്നാ ഇതും കൂടി അറിഞ്ഞു. ഇതുവരെ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ നിൽക്കുന്ന കരീംഭായ് എന്റെ കാമുകൻ മാത്രമായിരുന്നു. ആരൂരും അറിയാതെ പാതിരാത്രിയില് എന്റെ കിടപ്പറ തേടി വരുന്ന ജാരൻ. എന്നാ
ഇനി മുതൽ അങ്ങനെ ആയിരിക്കില്ല. ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവാ. പാതിരാത്രിയിലല്ല, പകൽ വെളിച്ചത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ പോവാ. എന്താ, ആർക്കെങ്കിലും വല്ല വിരോധമുണ്ടോ? ഞാനൊരു പെണ്ണല്ലേ?